السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനായിരിക്കൽ വുജൂബാണ്. അഥവാ അള്ളാഹു തആല ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ തഅദ്ദുദ് ചെയ്യൽ മുഹാലാണ്. തഅദ്ദുദ് പറഞ്ഞാൽ അദദാകുക, ഒന്നിൽ കൂടുതലാകുക. അത് നമ്മൾ പറഞ്ഞു, കമ്മ മുത്തസിലും പാടില്ല, കമ്മ മുൻഫസിലും പാടില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദാത്ത് പലത് കൂടിച്ചേർന്നതല്ല. ഒരു ദാത്ത് തന്നെയുള്ളൂ, പലതുകൂടി കൂടിയിട്ട് കമ്മ മുത്തസിൽ. അല്ലെങ്കിൽ അള്ളാഹു ഒരാള്, അള്ളാഹിനെ പോലെ വേറൊരാള്, അപ്പൊ കമ്മ മുൻഫസിൽ. എന്നതുപോലെ അള്ളാഹു തആലാന്റെ സിഫത്ത് ഒരേ ഖുദ്റത്ത് എന്ന് പറയുന്ന സിഫത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഖുദ്റത്ത്, ഒന്നിൽ കൂടുതൽ ഇറാദത്ത്, ഒന്നിൽ കൂടുതൽ ഇൽമ്, ഇങ്ങനെ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്ത് അത് മുത്തസിലായ കമ്മ്, മുൻഫസിലായ കമ്മ്. അള്ളാഹുവിന്റെ ഇൽമ് പോലത്തെ ഇൽമ് മറ്റൊരാൾക്കുണ്ടാകുക, അള്ളാഹിന്റെ ഖുദ്റത്ത് പോലത്തെ ഖുദ്റത്ത് മറ്റൊരാൾക്കുണ്ടാകുക. അഫ്ആലിലുള്ള വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ അവിടെയും തന്നെ കമ്മ മുത്തസിലും കമ്മ മുൻഫസിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൃഷ്ടിക്കുന്നു. അല്ലാതെ ആരും ഒന്നും സൃഷ്ടിക്കുന്നില്ല. അള്ളാഹ് എന്നെ ചോദിക്ക് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. പടപ്പുകളെയും പടപ്പുകളുടെ പ്രവർത്തനത്തെയും അള്ളാഹു ആണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പടപ്പിന് അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ഷെയർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി. അള്ളാഹു തആല മാത്രം എല്ലാം ഖൽഖ് ചെയ്യുന്നു. എന്നാ ഔലിയാക്കന്മാരോ അമ്പിയാക്കന്മാരോ മലായിക്കത്തോ എന്ന് വേണ്ട മഖ്ലൂഖാത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഖ്ലൂഖിന് സ്വന്തമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെ പ്രവർത്തിക്കുന്നു. കുറച്ച് അള്ളാഹും കുറച്ച് ഇവരും. അതൊക്കെ അഫ്ആലുള്ള തൗഹീദിന് എതിരാണ്. എല്ലാം ഹൽക്ക് ചെയ്യുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ കസ്ബ് നമ്മൾ പറഞ്ഞു, അതായത് ഇഖ്തിയാരിയായ അഫ്ആലുകളിൽ എന്ന് പറഞ്ഞാൽ തക്ലീഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പടപ്പുകൾക്ക് കസ്ബ് ഉണ്ട്, ഹൽക്ക് ഇല്ലെങ്കിലും. ഹൽക്ക് എല്ലാത്തിലും അള്ളാഹുവിന് മാത്രം. അത് ഉമൂർ തക്വീനിയായാലും വേണ്ടിയില്ല, ഉമൂർ തക്ലീഫിയായാലും വേണ്ടിയില്ല, എല്ലാം ഹൽക്ക് ചെയ്യുന്നത് അള്ളാഹു തന്നെയാണ്. പക്ഷേ തക്ലീഫിയായ ഉമൂറുകളിൽ കസ്ബ് ഇഖ്തിയാറുണ്ട്. ഹദീസായ ഖുദ്റത്ത് കൊണ്ടിട്ട് ഹൽക്ക് ചെയ്യാൻ കഴിയൂല, കസ്ബ് ചെയ്യാൻ കഴിയും. അഥവാ ഖസ്ദ് ഇഖ്തിയാർ ചെയ്യാൻ അർത്ഥം. ഇനി ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണ് എന്നതിന്റെ ദലീൽ എന്താ? ദലീൽ ഇത്തിസാഫിഹി തആല ബിൽ വഹ്ദാനിയ. അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണ് എന്നതിന്റെ തെളിവെന്താണ്? ദലീൽ പല ദലീലുകളും പറയാറുണ്ടെങ്കിലും വൽ മഷ്ഹൂറു ഫി ഇസ്ബാത്തിൽ വഹ്ദാനിയ, അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണ് എന്ന വഹ്ദാനിയത്തിനെ സുബൂത്താക്കാൻ വേണ്ടി പറയുന്നതിൽ ഏറ്റവും പ്രസിദ്ധമായ ദലീൽ ഖുർആൻ ഉൾപ്പെടെ അതാണ് ഉപയോഗിച്ചത്. എന്താണത്? ബുർഹാനു തമാനു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനല്ല. ഒന്നിലധികം ദാത്തുണ്ട്, ഒന്നിലധികം സിഫത്തുണ്ട്, ഒന്നിലധികം അഫ്ആലുകളുണ്ട്, അല്ലാത്തവരും കൂടിയിട്ട്. ഇങ്ങനെ വന്നാൽ രണ്ട് ദലീലാണ്. ഒന്ന് ബുർഹാനു തമാന എന്ന് പറയും, അതിന് മറ്റൊരു പേരാണ് ബുർഹാനു തത്താറുദ്. ഇവനെ മറ്റോൻ തള്ളുക, മറ്റോമ്പനെ തള്ളുക, മറ്റോനെ തള്ളുക, മറ്റോമ്പനെ തള്ളുക. തത്താറുദ്. തമാന എന്ന് പറഞ്ഞാൽ തന്നെ ഇയാളൊന്ന് ഉദ്ദേശിക്കുക, മറ്റേ തടയുക, മറ്റേയാളൊന്ന് ഉദ്ദേശിക്കുക, ഇയാൾ തടയുക. അങ്ങനെ തമാനുവിന്റെ ദലീൽ അത് സാധാരണ എപ്പോഴും നമ്മൾ പറയുന്നതാ. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് വളരെ ചുരുക്കിയ മുമ്പ് പറയുന്നത്, പക്ഷേ വളരെ വൃത്തിയാണ് പറിച്ചത്. ഇനി രണ്ട് ഇലാഹുകളും ഏകോപിച്ചാലോ? ഒരു കാര്യം രണ്ടാളുകൂടി ഒത്ത് എതിരാകുമ്പോഴല്ലേ തമാനോ വരിക, അല്ലെങ്കിൽ തത്താറുദ് വരിക. രണ്ടാളും ഇത്തിഫാക്കായാലോ അവിടെ ബാത്തിലാക്കാനുള്ള ദലീല്
ബുർഹാനു തവാറുദ് കണ്ടോ. അപ്പൊ രണ്ട് ദലീലുണ്ട്. ഒന്ന് ബുർഹാനു തമാനു, രണ്ടാമത്തത് ബുർഹാനു തവാറുദ്. സ്വലഖൈദിലും കൂടി അങ്ങനെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടെങ്കിൽ അവിടെ രണ്ട് ഇംകാനുണ്ട്. രണ്ടാളും ഇത്തിഫാഖാകാനും ഇംകാനുണ്ട്, ഇഖ്തിലാഫാകാനും ഇംകാനുണ്ട്. അല്ല മനസ്സിലാക്കുക. ഒരേ തരത്തിലുള്ള രണ്ട് ഇലാഹുകളുണ്ട് എന്ന് വന്നാൽ അവർ തമ്മിൽ ഇഖ്തിലാഫാകണം എന്നല്ല, ഇഖ്തിലാഫാകാൻ ഇംകാനുണ്ട്, ഇത്തിഫാഖാകാനും ഇംകാനും. ഇഖ്തിലാഫാകാൻ ഇംകാൻ ഉണ്ടാവുമ്പം വഹ്ദാനിയത്ത് സുബൂത്താക്കാള് തമാനു തതാറുദിന്റെ ദലീൽ എന്ന് പറയും. ഇനി രണ്ടാളോട് ഇത്തിഫാഖാകുകയാണെങ്കിലോ അപ്പൊ അവിടെ ബുർഹാനു തവാറുദ് എന്നാ പറയാം. രണ്ടും ചുരുക്കി പറയുന്നുണ്ട്. ആ ചുരുക്കി പഠിക്കൽ തന്നെ നല്ല, കുറെ പറയലല്ല. വൽ മഷ്ഹൂറു ഫി ഇസ്ബാത്തിൽ വഹ്ദാനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവരാണ് എന്ന വഹ്ദാനിയത്തിന്റെ സിഫത്തിനെ സ്ഥിരപ്പെടുത്തുന്നതിൽ പ്രസിദ്ധമായി ഉപയോഗിക്കുന്നത് ബുർഹാനു തമാനു എന്നതാണ്. എങ്ങനത്തെ ബുർഹാനു തമാനു? അൽ മുഷാറു ഇലൈഹി, ഈ ബുർഹാനു തമാനുവിലേക്കാണ് ഇഷാറത്ത് ചെയ്യപ്പെട്ടത്. ബി ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധമായ വചനം കൊണ്ട്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. സൂറത്തുൽ അംബിയ 22-ാമത്തെ ആയത്ത്. ലൗ കാന ഫീഹിമാ, ഈ ആകാശഭൂമികളിൽ എങ്ങാനും ഉണ്ടായിരുന്നാൽ, ഉണ്ടാവുകയാണെന്ന് സങ്കൽപ്പിച്ചാൽ, ആലിഹത്തുൻ, മറ്റിലാഹുകൾ. ഏത് മറ്റിലാഹുകൾ? ഇല്ലല്ലാഹു, അള്ളാഹു ഒഴികെ വേറെ വല്ല ഇലാഹുകളും ഉണ്ടെങ്കിൽ, അത് ഒന്നായാലും പാടില്ല, ഒന്നിലധികം ഉണ്ടായാലും പാടില്ല, രണ്ടു കണക്കാ. അള്ളൊരുവനല്ലായ ഇലാഹ് വേറെ ഒന്നോ ഒന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, ഒന്നുണ്ടാവുമ്പോ രണ്ടാവും, ഒന്ന് കൂടുതലുണ്ടെങ്കിൽ ധാരാളാവും. ഇല്ല ഫസദത്താ എന്ന ഈ ബുർഹാനു തമാനുവിലേക്കുള്ള ഇശാറത്ത. എങ്ങനെയാണ് ആ ഇശാറത്ത്? വഹാസലുഹു, ഈ ദലീലിന്റെ ഹാസല് പറഞ്ഞാൽ, അന്നഹു ലൗ അംകന തഅദ്ദുദു ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ഒന്നിലധികം ഉണ്ടെങ്കിൽ എന്നല്ല, അങ്ങനെ അർത്ഥം വെച്ചിട്ടായി പേക്കട്. ഒന്നിലധികം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായാൽ, ഇംകാൻ ഉണ്ടായാൽ, അവിടെ മതി, ഇംകാനിയത്ത് വെച്ചിട്ടാണ് കളി. അല്ലാഹു തആല ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ഒന്നിലധികം ഉണ്ടാകൽ ഇംകാനുണ്ടോ എങ്കിൽ ഇംകാൻ തന്നെ ഇല്ലാന്ന് വരണം. അപ്പോഴേ വഹ്ദാനിയത്ത് വുജൂബാണെന്ന് വരുള്ളൂ. ല അംകന തമാനു ബൈനഹുമാ, ഈ ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടെങ്കിൽ ആ ഇലാഹുകൾക്കിടയിൽ പരസ്പരം മത്സരം ഉണ്ടാവും. ഇയാൾ ഒന്നുദ്ദേശിക്കുന്നു, മറ്റേയാൾ അതിനെ തടയുന്നു, മറ്റാളൊന്നുദ്ദേശിക്കുന്നു, ഇയാൾ അതിനെ തടയുന്നു. ഇങ്ങനെ ഇംകാനുണ്ട് എന്ന്. ഇങ്ങനെ വരൂന്നല്ല, ബിൽഫീല് വരൂന്നല്ല. ബിൽഫീല് വരാതിരിക്കാം, ഇംകാനില്ലേ, അതാ പ്രശ്നം. അങ്ങനെ ഇംകാൻ തമാനുവിന്റെ ഇംകാൻ ബി അൻ യുരീദ അഹദുഹുമാ ഹർക്കത്ത സൈദിൻ, ഒരു സെയ്ദ്, ഒരു മുഅയ്യനായ ഒരു സെയ്ദ് ഹർക്കത്ത് ചെയ്യണമെന്ന് ഒരു ഇലാഹ് വേണ്ടി വെക്കുന്നു. വൽ ആഖറു, മറ്റേ ഇലാഹ് വേണ്ടി വെക്കുന്നു സുക്കൂനു, അതേ സെയ്ദ് അതേ സമയത്ത് സുക്കൂൻ ചെയ്യാം. വിദ്യയാണല്ലേ ഇത്. ഹർക്കത്ത് സുക്കൂന്, ഹർക്കത്തിന്റെ നേരെ ഇത് സുക്കൂന്, സുക്കൂന്റെ ഇത് ഹർക്കത്ത്. എന്താ രണ്ടാളും അങ്ങനെ വേണ്ടി വെക്കാൻ പറ്റും എന്നറിയണം. കാരണം ഇത് കുല്ലും മിന്നും അമ്റും മുംകിനും ഫീ നഫ്സി. ഹർക്കത്ത് പറഞ്ഞ മുംകിനല്ലേ ആണ്, അതുപോലെ സുക്കൂന് പറഞ്ഞ മുംകിനല്ലേ ആണ്. അപ്പൊ രണ്ട് മുംകിന് വേണ്ടി വെക്കാലോ. അപ്പൊ ഒരാള് ഹർക്കത്തിന് വേണ്ടി വെക്കാം, മറ്റേയാള് സുക്കൂന് വേണ്ടി വെക്കാം. അതുപോലെ തന്നെ ഈ സെയ്ദിന്റെ ഹർക്കത്തിനോട് ഇറാദത്ത് താലൂക്ക് ചെയ്യാം, സെയ്ദിന്റെ സുക്കൂനോടും ഇറാദത്ത് താലൂക്ക് ചെയ്യാം. ഇങ്ങനെ ഇംകാനുള്ളതിന് ഈ ഹർക്കത്തും സുക്കൂനും ഇംകാനുള്ള ഈ രണ്ടിനോടും ഒരാളുടേത് ഹർക്കത്തിനോടും താലൂക്ക് ചെയ്ത്, ഒരാളെ ഇറാദത്ത് സുക്കൂനോടും താലൂക്ക് ചെയ്ത്. അങ്ങനെ വന്നാൽ രണ്ടാലൊന്ന് വേണ്ട. ഇമ്മാൻസുനൽ അമ്രാനി, ഒന്നിന്റെ ഹർക്കത്തും ഉണ്ട് സുക്കൂനും ഉണ്ട് എന്ന് വരിക. സമയത്ത് നേരെ വൈരുദ്ധ്യങ്ങളായ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് കൂടി, ഹർക്കത്തുള്ള സമയത്ത് അതേ വസ്തു അതേ സമയത്ത് തന്നെ സുക്കൂനും ചെയ്യുന്നു, സുക്കൂനുള്ള വസ്തു അതേ സമയത്ത് തന്നെ ഹർക്കത്തും ചെയ്യുന്നു. ഇത്മാഖുദ്ദീന് മുഹാലാണ്. ഇനി അങ്ങനെയല്ല, രണ്ടും ഉണ്ടാവുമ്പോഴല്ലേ ഇപ്പൊ ഇത്മാഖുദ്ദീന് വരുന്നത്. ഔല രണ്ടും ഉണ്ടായില്ല നമുക്ക്.
ഒരാള് ഹർക്കത്ത് ഉദ്ദേശം അതും ഉണ്ടായില്ല, മറ്റേ ആള് സുക്കൂൻ ഉദ്ദേശം അതും ഉണ്ടായില്ല. ഫേൽസമു അജ്സുഹുമ, രണ്ടാൾക്കും ഒന്നിനും കഴിയൂലെന്ന് തോന്നുന്നു. ഇലാഹാവുന്ന റബ്ബ് ഖാദിറാവണ്ടേ? ആജിസാണോ? ആജിസ് ഇലാഹാവോ? രണ്ട് രീതി. ഒന്നിരിക്കൽ രണ്ടും ഉണ്ടാകുക, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാതിരിക്കുക. ഇനി അങ്ങനെയല്ല, ഔ അജ്സ് അഹദിഹിമ, ഒരാൾ ഉദ്ദേശം ഉണ്ടായി മറ്റേ ആൾ ഉദ്ദേശം ഉണ്ടായില്ല. അപ്പൊ ഉദ്ദേശം ഉണ്ടാകാത്ത ആള് ആജിസാണ്, ഉണ്ടായ ആള് ഖാദിറുമാണ്. അപ്പൊ ആജിസ് ആയിരിക്കുന്ന ആള് ഇലാഹല്ലാതായി. അപ്പൊ പിന്നെ ഒരാൾ തന്നെയല്ലേ ഉള്ളൂ. ഓഹുവ, ഈ ആജിസ് എന്ന് പറയുന്ന അവാറത്തുൽ ഹുദൂസ്. അപ്പൊ ഒരു പടച്ചോൻ ഹാജിസാണ്, അപ്പൊ അയാൾ ഹാജിസാണ്. എന്താ വൽ ലിമാ ഫീഹി മിൻ ശൈബത്തിൽ ഇഹ്തിജാൽ, അങ്ങനെയല്ല. ഓ അമാറത്തുൽ ഹുദൂസി വൽ ഇംകാനി, ഒരാൾക്ക് അജിസ് വന്നാൽ ആ ആള് ഹാജിസാണെന്നും മുംകിനാണെന്നും വരും. എന്തുകൊണ്ട്? ലിമാ ഫീഹി, ഈ ആജിസ എന്ന ആരിലുണ്ടല്ലോ മിൻ ശൈബത്തിൽ ഇഹ്തിയാജി, അയാൾക്ക് സ്വന്തം കഴിയൂല, അപ്പൊ വേറൊന്നിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ മുംകിന് മറ്റൊന്നിലേക്ക് ആവശ്യം ഉണ്ടാവും, ഹാദിസ് ഒരു മുഹദ്ദിസിലേക്ക് ആവശ്യം ഉണ്ടാവും. ചുരുക്കത്തിൽ ഫത്തഅദ്ദുദു, ഒന്നിലധികം ഇലാഹ് ഉണ്ടാവുക എന്നത് മുസ്തൽസിമുൻ ലി ഇംകാനി തമാനുഇ, പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനിവാര്യമായിട്ടും. ബിൽഫീൽ തമാനു ഉണ്ടോ എന്നല്ല. ബിൽഫീൽ തമാനു ഇല്ലാതെ രണ്ടാളോട് യോജിച്ച് ലോക്യത്തിൽ പോയിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അങ്ങനെ പോകുമ്പോഴും ഈ ഇംഖാൻ ഇവിടെ ഇല്ലേ? അത് മുഹാലല്ലേ? മുഹാലിനെ ഇംഖാന് വരുന്നതും മുഹാലന്നല്ലേ? അതാവശ്യം. ഫത്തഅദ്ദുദു, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തഅദ്ദുദ് എന്നത് മുസ്തൽസിമുൻ, അത് അനിവാര്യമാക്കും ലിംഖാനി തമാനു, ബിൽഫീൽ തമാനുവിനല്ല, തമാനുവിന്റെ ഇംഖാന് ലാസിമാക്കും. തമാനുവിന്റെ ഇംഖാനാണെങ്കിലോ അൽ മുസ്തൽസിമിൽ മുഹാലി, അത് അനിവാര്യമായിട്ടും മുഹാലി വരികയും ചെയ്യും. തമാനുവിന് ഇംഖാന് വരിക എന്ന് പറയുന്നത് തന്നെ മുഹാലാണ്. ഫയകൂനു തഅദ്ദുദു മുഹാല, ഒന്നിലധികം ഇലാഹ് ഉണ്ടാവുക എന്നത് മുഹാലാണ്. ഇവിടെ തമാനുവിന്റെ പറഞ്ഞിട്ട് തവാറുദിന്റെ പറയേക്കും, ഇല്ലെങ്കിൽ നമുക്ക് പറയാം, എളുപ്പമാണ്. തവാറുദിന്റെ എന്ന് പറഞ്ഞാൽ ഒരാള് ഭൂമി ഉണ്ടാക്കാൻ വേണ്ടിച്ചു, അതേ സമയത്ത് അതേ സ്ഥലത്ത് ഭൂമി ഉണ്ടാക്കാൻ മറ്റേ ആളും വേണ്ടിച്ചു. രണ്ടാളും തൊല്ല കുതിരത്തുള്ളവനാ. മറ്റേ നേരെ ഇദ്ദൈന്യല്ലേ? ഏത് ഹർക്കത്തിന് ഒരാൾ വേണ്ടി വെച്ചു, മറ്റേ ആള് സുക്കൂന് വേണ്ടി വെച്ചു, പറഞ്ഞാൽ ഇദ്ദൈന്യ. ഇനി അങ്ങനെയല്ല, രണ്ടാമത്തെ തവാറുദിന്റെ ദലീൽ എങ്ങനെ? അതായത് ഒരാള് സെയ്ദിന്റെ ഹർക്കത്തിനെ വേണ്ടി വെച്ചു, അപ്പൊ മറ്റേ ആളും അതേ സമയത്ത് തന്നെ അതേ സെയ്ദിന്റെ തന്നെ ഹർക്കത്തിന് വേണ്ടി വെച്ചു. അപ്പോ ഒരാ അസറിന് രണ്ട് മോസിർ ഉണ്ടായി എന്ന് വരും. ഒരു അസറിന് രണ്ട് മോസിർ, എന്താണ് തഹസീലുൽ ഹസ്രി ഹാല് എന്ന് പറയുന്നത് വരും അവിടെ. ഒരു അസറിനെ തഹസീർ ചെയ്യുന്നത് രണ്ട് മോസിർ ആണെങ്കിൽ രണ്ടും കാമിലായതല്ലേ, മുസ്തഖില്ലല്ലേ? അപ്പോഴല്ലേ ഇലാഹുള്ളൂ. അപ്പൊ മുസ്തഖില്ലായ കാമിലായ രണ്ട് മുഅസ്സിർ ഒരു അസറിൽ തഅല്ലുഖ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? തഹസീലുൽ ഹാസിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹിന്റെ ഖുദ്റത്തും ഇറാദത്തും തഅല്ലുഖ് ചെയ്തപ്പോൾ അത് ഉണ്ടായി, മറ്റേ ആളുടെ ഖുദ്റത്തും ഇറാദത്തും അതിനോട് തന്നെ അതേ സമയത്ത് തന്നെ തഅല്ലുഖ് ചെയ്തു. അപ്പൊ ആദ്യത്തെ ഇലാഹിന്റെ ഖുദ്റത്തും ഇറാദത്തും ഉണ്ടായ നഫ്സ് ഷെയ്യനല്ലേ രണ്ടാമത്തെ കൊണ്ടുണ്ടായത്? അല്ലെങ്കിൽ ഇവിടെ താഴ്ത്തു തരൂലേ? അസറില് നമ്മൾ പറഞ്ഞു ചെയ്ത ഒരു അസറാണ്, ഒരു സെയ്ദാണ്, അല്ലെങ്കിൽ ഒരു സെയ്ദിന്റെ ഹർക്കത്താണ്. അപ്പോ ഒന്നാമത്തെ ഇലാഹിന്റെ ഇറാദത്തും ഖുദ്റത്തും തഅല്ലുഖ് ചെയ്തിട്ടാണോ ഹർക്കത്ത് ഉണ്ടായത്? അതല്ല, രണ്ടാമത്തെ ഇലാഹിന്റെ ഖുദ്റത്തും ഇറാദത്തും തഅല്ലുഖ് ചെയ്തിട്ടാണോ ഹർക്കത്ത് ഉണ്ടായത്? കാമിലാണെങ്കിൽ ഓരോരുത്തർ കൊണ്ട് മുസ്തഖിൽ ഉണ്ടാണ്ടേ? അപ്പൊ ഒരു അസറിന് മുസ്തഖില്ലായ രണ്ട് മുഅസ്സിർ ഉണ്ടായി. അപ്പോ ഒരാളെ തഫ്സീർ കൊണ്ടിട്ട് അസർ ഉണ്ടായി, അതേ അസർ തന്നെ മറ്റേ ആളത് കൊണ്ടുണ്ടായി എന്ന് പറയുമ്പോൾ തഹസീലുൽ ഹാസിൽ എന്ന് പറയുന്ന തവാറുദ് അവിടെ ഇത്തിഫാഖ് ആകുന്നോർത്ത. എല്ലായിടത്തും ഇപ്പൊ എതിരായിക്കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. എതിരായിക്കൊള്ളുന്നില്ല. എതിരാ ഇംഖാനില്ലേ? ആ ഇംഖാൻ തന്നെ മുഹാല. അല്ല, ഇനി ഇത്തിഫാഖായെങ്കിലോ? രണ്ടാളോട് ഇത്തിഫാഖായി. ഇത്തിഫാഖായാൽ തഹസീലുൽ ഹാസിലിന്റെ മുഹാല് വരും. അതും ബിൽഫീൽ വേണമെന്നില്ല, ഇംഖാൻ ഉണ്ടായാൽ മതി. തഹസീലുൽ ഹാസിലാവുന്ന മുഹാലിന് ഇംഖാൻ, മുഹാലിന് ഇംഖാനുള്ളത് മുഹാലാണ് എന്ന്. ഇനി മൂന്നാമത്തത് എന്താ? ഒരാൾ നമ്മൾ പറഞ്ഞുപോയി, ഒരാളെ ഉദ്ദേശം ഉണ്ടായി, മറ്റാൾ ഉദ്ദേശം ഉണ്ടായില്ല. എന്നാ ഉദ്ദേശം അനുസരിച്ച് ആണല്ലോ ഇലാഹ്.
മറ്റേയാൾ ഉദ്ദേശം നടന്നിട്ടില്ലല്ലോ, അയാൾ ആജിസല്ലേ, അയാൾ പിന്നെ ഇലാഹ പോവോ? അപ്പൊ രണ്ടാളതും ഉണ്ടായി എന്ന് വെച്ചാലും വ്യത്യസ്തമായ രണ്ടുദ്ദേശം വെച്ചപ്പോ രണ്ടും ഉണ്ടായില്ല എന്ന് വെച്ചാലും മുഹാലാണ്. ഈ മുഹാലിന്റെ ഇംകാന് വലുത് തന്നെ മുഹാലാണ്. ആകയാൽ ഫയക്കൂനു തഅദ്ദുദു മുഹാലൻ, ഇത്തിഫാഖ് വന്നാലും ഇഖ്തിലാഫ് വന്നാലും അഥവാ രണ്ടിടത്തിലും തമാനോനോ തവാറുദിനോ ഇംകാനുണ്ട്. തമാനും മുഹാലാണ്, തവാറുദും മുഹാലാണ്. മുഹാലിന്റെ ഇംകാനുള്ളതും മുഹാലാണ്. അപ്പൊ തഅദ്ദുദ് മുഹാലാണ്. ഒബിമാദിക്ര, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇംകാനാണ്. ല അംകന തമദ്ദുദു എന്നാ പറഞ്ഞു. അത് ഉണ്ടാവുന്നല്ല. ല അംകന തമാനോ ഉണ്ടാവുന്നല്ല, ഇംകാനുണ്ട്. ഈ ല അംകന തമാനോ ബൈനോമ എന്ന ഇംകാൻ എടുത്ത് പറഞ്ഞപ്പം തള്ളിപ്പോയി മായുക്കാലു, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇഷ്കാല് എന്താണ്? ഇന്നഹു യജൂസു അൻ യത്തഫിഖാ മിൻ ഗൈരി തമാനുഇൻ, എന്താ ഇപ്പൊ എല്ലായിടത്തും തമ്മിൽ എതിരായിക്കൊള്ളുന്നു? ഒരു ഇലാഹും മറ്റേ ഇലാഹും കൂടി ഒരു എതിരുമില്ല, രണ്ടാളും കൂടിയാണ് ഇത്തിഫാഖായാലോ? ഇത്തിഫാഖായ തവാറുദ് വരും, അല്ലാതെ തന്നെ വഹാസുലു ദഫ്ഇ. ഈ ചോദ്യം തള്ളപ്പെട്ടു പോകുന്ന പറയുന്നത് എന്താ? അന്നൽ ഇംകാന മുഹാലുൻ ബിൽഫീൽ വാക്കിയാലല്ല, ഇംകാന് തന്നെ, തമാനുവിന്റെ ഇംകാന് തന്നെ മുഹാലാണ്. ബിൽഫീൽ തമാനു ഉണ്ടായിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തിഫാഖായാലും വരാം. അവിടെ ഇംകാൻ ഉണ്ടല്ലോ, മുഹാലിന്റെ ഇംകാനുള്ളതും മുഹാൽ തന്നെ. അപ്പൊ ഇത്തിഫാഖായാലും മുഹാലിന്റെ മുക്കിനാണ്, ഇഖ്തിലാഫായാലും മുഹാലിന്റെ മുക്കിനാണ്. മുഹാലിന്റെ ഇംകാന് വരുന്നതും മുഹാലാണ്. അഥവാ ഒന്നിലധികം ഇലാഹുകൾ ഒരു സമയത്തുണ്ടായാൽ അത് മുഹാലിനെ ലാസിമാക്കും, ഇത്തിഫാഖായാലും ലാസിമാക്കും, ഇഖ്തിലാഫായാലും ലാസിം ആണ്. ഇപ്പം തമാനോ തവാറുദിന്റെ ദലീൽ. തവാറുദ് പറഞ്ഞാൽ ഇത്തിഫാഖാവുന്ന കുറച്ചാ വരിക. തമാനു എന്ന് പറഞ്ഞാൽ രണ്ടും ഇഖ്തിലാഫ്. ഇവിടെ ഇത്തിഫാഖായിക്കൊള്ളൊന്നുമില്ല, ഇഖ്തിലാഫായിക്കൊള്ളൊന്നുമില്ല. ഇഖ്തിലാഫിന്റെ ഇംകാൻ ഉണ്ടായി, ഇത്തിഫാഖിന്റെ ഇംകാൻ ഉണ്ടായി. ആ ഇംകാൻ തന്നെ തഹസീൽ ലാസിന്റെ മുഹാലിലേക്കോ അതല്ലെങ്കിൽ തമാനുവിന്റെ മുഹാലിലേക്കോ കൂട്ടും. രണ്ടാലൊരു മുഹാലിലേക്ക് എന്തായാലും കൂട്ടും. മുഹാലിനെ രാജ്യമാക്കുന്നത് മുഹാലാണ്, അഥവാ തഅദ്ദുദ് മുഹാലാണ്. ഇനി ഫീലിലുള്ള തഅദ്ദുദ് ഒന്ന് വിശദമായിട്ട് പറയുന്നു. സ്വന്തം മസലയിൽ വൽ ഫീൽ വത്തൻസീറു ലൈസ ഇല്ലാ ലിൽ വാഹിദിൽ ഖഹാരി ജല്ല വഅല. ഇൻഷാ അല്ലാഹ് ഇന്നത് മതി, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് ചുരുക്കാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.